നമ്മളുടെ ഒന്നും പെർമിഷൻ ഇല്ലാണ്ട് നമ്മളുടെ ഫോണിൽ തന്നെ ഗൂഗിൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. നിങ്ങളുടെ ഫോണിലും ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്നിട്ട് ഈ ആപ്പ് അവിടെ തന്നെ വേണോ അതോ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയണം എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ ഇൻഫർമേഷൻ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ്. നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ പോലും ഈ ഒരു ആപ്പ് ഫസ്റ്റ് റിസൾട്ടായിട്ട് വരുന്നില്ല. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് ആപ്സിൽ പോയിട്ട് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഒരു ആപ്പ്. അപ്പം ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മളെ ഏറ്റവും കൺസേണിങ് ആക്കുന്നത്. ഗൂഗിൾ പറയുന്നത് ഈ ഒരു ആപ്പിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇമേജസ് സ്കാം ആയിട്ട് വരുന്ന ഇമേജസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വരുന്ന ഇമേജസ് ഒക്കെ അലേർട്ട് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ സ്കാം ആണെന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് എന്നാണ് പറയുന്നത്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആപ്പാണെങ്കിൽ നമ്മളെയൊക്കെ നോട്ടിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ നമ്മളോടൊന്നും പറയാൻ തന്നെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ കൺസേണിങ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ആപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ ബാറ്ററി മെല്ലെ ഡ്രെയിൻ ആവാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കാട്ടും ഉപരി ഏറ്റവും കൺസേണിംഗ് ആയിട്ട് പറയുന്നത് ഈ ഒരു ആപ്പ് ഉള്ളതുകൊണ്ട് ഗൂഗിൾ നമ്മുടെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ, ഇമേജസും ഗാലറീസ് എല്ലാം ഡാറ്റാസ് എടുത്തിട്ട് ഗൂഗിൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ലൈക്ക് നിങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടുള്ള സ്കാം ആയിട്ടുള്ള ഇമേജ് ഒക്കെ വരുമ്പോൾ അല്ല അലേർട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ആപ്പിന് ഗൂഗിൾ പറയുന്ന ഒരു ഉപയോഗം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോടെ വെക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം.